ഹായ് ഫ്രണ്ട്സ്, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയുടെ കരിയറിലെ 68ാമത്തെ സിനിമ. ഇനിയൊരു പടം ചെയ്യില്ല, അല്ല അദ്ദേഹം ഒരു പടം കൂടി ചെയ്യും എന്നൊക്കെയുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞും അദ്ദേഹം പടം ചെയ്യുമെന്നാണ്. ഇനി എൻ്റെ അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഞാനൊരു വിജയ് ഫാൻ അല്ല. ഇതിനു മുമ്പ് തിയേറ്ററിൽ കണ്ട ഒരേ ഒരു വിജയ് പടം ലിയോ ആണ്. അത് LCU എഫക്റ്റ് ആണ്. കാരണം വിജയ് എന്നുള്ള നടനെ എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഇല്ലാതെയാണ് തിയേറ്ററിലേക്ക് പോയത്. അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഗോട്ട് ഒരു മികച്ച അനുഭവമാണ്. ഞാനൊരു ഫിലിം ക്രിട്ടിക്സ് ഒന്നുമല്ല, ഒരു സാധാരണ ഫിലിം ഫാനാണ്. ഒരു മാസ് മസാല എന്റർടൈനറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരു സാധാരണ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നത്, ഹീറോയിസം, നല്ല കുറച്ച് ആക്ഷൻ മൊമെന്റ്സ്, നല്ല സോങ്സ്, ഡാൻസ്, ഡയലോഗ്സ്, കുറച്ച് കോമഡി, കാമിയോസും ബാക്കിയുള്ള ഫിലിം സ്റ്റാർസിന്റെ റെഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ ഗോട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നായി പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ വിജയ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത നടനാണ്. പക്ഷെ ഇതിൽ വിജയ് ഗംഭീര പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ 2 റോളുകളുണ്ട്. ഒരു റോള് നല്ല മെച്യൂർഡാണ്, രണ്ടാമത്തത് കുറച്ച് എക്സെൻട്രിക് ആണ്. മെച്യൂർഡ് റോള്, അതായത് ഏജ് റോള്, അദ്ദേഹം നല്ല അങ്ങനെ കൈവിട്ട് പോകാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓവർ ആക്ടിംഗ് ഒന്നുമില്ല. പക്ഷെ ഞെട്ടിച്ചത് ഈ പറഞ്ഞ എക്സെൻട്രിക് റോളാണ്, യങ്ങർ വേർഷൻ. അതിൽ അദ്ദേഹത്തിന്റെ ഇതുവരെ കാണാത്തൊരു വേർഷൻ നമുക്ക് കാണാൻ പറ്റി. വെങ്കട് പ്രഭു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ DI ചെയ്ത റോളിൽ വിജയനെ നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിൽ കാണാൻ പറ്റും. അത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് കാണിച്ചു. അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം സിനിമകളിലും കാണുന്ന മാനറിസങ്ങൾ ഇതിലും കാണാം. അത് ഫാൻസിന് വേണ്ടിയുള്ളതാണ്. നോർമൽ ഓഡിയൻസിന് അത് ചിലപ്പോൾ അത്രയധികം വർക്കാകണമെന്നില്ല. പിന്നെ DIGing, ഇതിന്റെ ട്രെയിലറും സോങ്ങും ഒക്കെ ഇറങ്ങിയപ്പോൾ നല്ലോണം ട്രോളുകൾ വന്ന സീനായിരുന്നു ഈ DIGing ഉള്ള സീൻസ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ഒരു യങ്ങർ ക്യാരക്ടറുള്ള എല്ലാ സീനുകളിലും DIGing നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച DIGing ആണ് ഗോട്ടിലെ വിജയുടെ DIGing. പിന്നെ വിജയുടെ പടങ്ങളിൽ അധികവും മറ്റുള്ള താരങ്ങളുടെ റെഫറൻസ് ഒന്നും ഉണ്ടാകാറില്ല. കാരണം അദ്ദേഹം സെൽഫ് സഫിഷ്യന്റ് ആണ് സ്റ്റാർഡത്തിൽ. പക്ഷെ ഇവിടെ കാര്യങ്ങൾ തിരിച്ചാണ്. രജനീകാന്തിന്റെ പടയപ്പ റെഫറൻസ്, സൂര്യയുടെ കങ്കുവ റെഫറൻസ്, കമൽഹാസന്റെ ഗുണ റെഫറൻസ്, മഹേഷ് ബാബുവിന്റെ ഒക്കടു റെഫറൻസ്. പക്ഷെ ഇതിനെല്ലാം കവച്ചു വെക്കുന്ന ഒരു സംഭവം തല അജിത്ത്. ആ ഒരു സീന് ഈ സിനിമയിൽ ഏറ്റവും അധികം കയ്യടി കിട്ടിയ സീൻ അതാണ്. തല അജിത്തിന്റെ ആ റെഫറൻസ് മാത്രമല്ല, മങ്കാത്ത റെഫറൻസ് വേറെയും ഉണ്ട്. പിന്നെ ക്യാമിയോസ്, 3 ക്യാമിയോസ് ആണ് ഉള്ളത്. അത് ഇവിടെ പറഞ്ഞാൽ സ്പോയിലായി പോകും. അത് 3ഉം നല്ല കയ്യടി കിട്ടിയ ക്യാമിയോസ് ആണ്. പിന്നെ ഒരു പ്രത്യേക സീനിൽ ഇദ്ദേഹത്തിന്റെ കരിയർ ഏകദേശം കഴിഞ്ഞു എന്നാണല്ലോ വെപ്പ്. അപ്പോൾ ബാറ്റൺ കൈമാറുന്ന തരത്തിലൊരു സീനുണ്ട്. അത് ആക്ടർ ആരായിരിക്കും എന്ന് നമ്മൾ തമിഴ് ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ആർക്കായിരിക്കും വിജയ് ബാറ്റൺ കൊടുക്കുക എന്നുള്ളത്. ഗോട്ടിലെ സോങ്സിന് പൊതുവെ നല്ല അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത് ഒന്നാമത് വിസിൽ പോടു സോങ്, അതിൽ ഈ 3-4 ആക്ടേഴ്സ് ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ മാട്ട സോങ്, അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. വളരെ മികച്ചൊരു ഗസ്റ്റ് അപ്പിയറൻസ്. അത് സ്പോയിൽ ആകുന്നത് കൊണ്ട് പറയുന്നില്ല. പിന്നെ ചിന്ന ചിന്ന കൺകൾ എന്നുള്ള ആ ഒരു മെലഡി, അത് മനോഹരമായിരുന്നു. പിന്നെയുള്ളത് സ്പാർക്ക് സോങ്ങിനാണ് ഏറ്റവും അധികം നെഗറ്റീവ് കിട്ടിയത്. പക്ഷെ അതും തിയേറ്ററിൽ നല്ല രീതിയിൽ വർക്കൗട്ടായി. പ്രത്യേകിച്ച് മീനാക്ഷി ചൗധരിയുടെ ആ ഒരു മൂവ്സ് ഒക്കെ വളരെ നന്നായിരുന്നു. പറഞ്ഞു വന്നത്, UN ശങ്കർ രാജ അത്ര ഒരു ഹെയ്റ്റ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം നല്ല രീതിയിലുള്ള സോങ്സ് ആണ് ഈ ഗോട്ടിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യത്തിൽ കുറച്ചൊന്ന് പിന്നോട്ട് പോയി. വിജയ് എന്നുള്ള സൂപ്പർ താരത്തിന് വേണ്ട രീതിയിൽ ഒരു BGM കൊടുക്കാൻ UN ശങ്കർ രാജ കഴിഞ്ഞിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ തീരും. ഇനി മറ്റുള്ള താരങ്ങളുടെ പെർഫോമൻസിലേക്ക് വന്നാൽ, പ്രശാന്തിന്റെ ഒരു റിട്ടേൺ. അദ്ദേഹം 90s വിജയ്ക്ക് ഒരുമിച്ച് നിന്ന ഒരു താരമായിരുന്നു എന്നാണ് കേട്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ അധികം സിനിമകളൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുമുണ്ട്. അജ്മൽ അമീർ ഇപ്പൊ വില്ലനാവും എന്ന് ചിന്തിച്ച ഒരു താരമാണ്, നമ്മുടെ വിജയകുമാറിനെ പോലെ. പക്ഷെ വില്ലനായില്ല ഭാഗ്യത്തിന്. പിന്നെ മലയാളത്തിന്റെ സ്വന്തം ജയറാം ഉണ്ട്. അദ്ദേഹത്തിന്റെ കോമിക് ടൈമിംഗ് ഒക്കെ വളരെ നന്നായിരുന്നു. സ്നേഹ കുറച്ച് ചെറിയ റോളാണ്, കുഴപ്പമില്ല, അവർക്ക് അത്രേ പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളൂ. യോഗി ബാബു കുറച്ച് സീനുകളുണ്ട്. തിയേറ്റർ മൊത്തം കൂട്ടച്ചിരി ഉണർത്തിയ സീനുകളാണ് യോഗി ബാബു വന്നിട്ടുണ്ടായിരുന്ന സീനുകൾ. സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു പ്രഭുദേവയെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിജയിന്റെ ഒരുമിച്ച് കുറച്ച് ഡാൻസ് കളിക്കാൻ വേണ്ടിയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല.
വളരെ മികച്ച ഒരു നല്ല ഇമ്പോർട്ടൻ്റ് റോളിലാണ് പ്രഭുദേവ ഉള്ളത്. അദ്ദേഹം അത് മോശമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രഭുദേവ അങ്ങനെ ഒരു മികച്ച ആക്ടറാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ലിമിറ്റേഷനുള്ള ആക്ടറാണ്. ആ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. മീനാക്ഷി ചൗധരിയെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡാൻസ് ഒക്കെ നന്നായിരുന്നു. പിന്നെ ലൈല ചെറിയ റോളുണ്ട്. 90s മറ്റൊരു നടൻ മോഹൻ, അദ്ദേഹമാണ് വില്ലൻ വേഷത്തിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം കുഴപ്പമൊന്നുമില്ല. കാസ്റ്റിനൊക്കെ വേണ്ട രീതിയിലുള്ള സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിജയ് മാത്രം വൺ മാൻ ഷോ അങ്ങനെ പറയാനൊന്നുമില്ല. വിജയ് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്നത് ആക്ഷൻ കൊറിയോഗ്രാഫി. സിനിമ തുടങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പം ആക്ഷൻ ഓക്കെ ലെവലായിരുന്നു. പക്ഷെ പ്രോഗ്രസ് ചെയ്യുന്തോറും ആക്ഷന്റെ ആ ഒരു ലെവല് കൂടിക്കൂടി വന്നു. വിജയ് ഈ ആക്ഷൻ സീനുകളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫിസിക്കൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു. ഞാൻ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ചിന്തിച്ചൊരു കാര്യം, ഇതിന് സോഷ്യൽ മീഡിയയിലൊക്കെ മിക്സ്ഡ് അല്ലെങ്കിൽ ബിലോ ആവറേജ് റെസ്പോൺസ് കാണുന്നു. ഞാൻ നേരെ മീഡിയ റിവ്യൂസിലേക്ക് നോക്കി. അപ്പോൾ ഇന്ത്യ ടുഡേ, ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള മാധ്യമങ്ങൾ ആവറേജ് റിവ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ദി ഹിന്ദു, ഹിന്ദുസ്ഥാൻ ടൈംസ്, എക്കണോമിക് ടൈംസ് ഇവരൊക്കെ അത്യാവശ്യം എബോവ് ആവറേജ് അല്ലെങ്കിൽ പോസിറ്റീവ് റിവ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായത്, വിജയ് എന്നുള്ള നടനെ വെങ്കട് പ്രഭു നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന ടിപ്പിക്കൽ ഒരു വിജയ് പടം അല്ല ഗോട്ട്. അതായിരിക്കും അതിന്റെ റീസൺ. ഇനി റേറ്റിംഗിലേക്ക് വന്നാൽ ഞാൻ കൊടുക്കുന്നത് 4 ഔട്ട് ഓഫ് 5. ഞാൻ ലിയോന് കൊടുത്തത് 3.75 ഔട്ട് ഓഫ് 5 ആയിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ലിയോനെക്കാട്ടും മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഗോട്ട്. ഇനി ഇവിടെ മുംബൈയിലെ ചെമ്പൂറിലെ സൗത്ത് ഇന്ത്യൻ ഫിലിം ഫാൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ ചെമ്പൂർ ക്യൂബിക് മാളിലാണ് സിനിമ കണ്ടത്. ഇന്ന് റിലീസ് ദിവസം അവിടെ 6 സ്ക്രീനുകളാണ് ഉള്ളത്. 6 സ്ക്രീനുകളിലും കൂടി 24 ഷോസ് ഉണ്ടായിരുന്നു ഗോട്ടിന്. 21 തമിഴ് ഷോസും 3 ഹിന്ദി ഷോസും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ അടുത്ത കാലത്തൊക്കെ സിനിമകളിൽ കാണുന്ന ഒരു സംഭവം ഇതിലും ഉണ്ട്. സിനിമ കഴിഞ്ഞ പാടും എണീച്ചു പോകാൻ പാടില്ല. മിഡ് ക്രെഡിറ്റ് സീനുണ്ട്, പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അതായത് സീക്വലിനുള്ള ഒരു ഹിന്റ് ഇട്ടുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്.